മധുസാറാണ് ചേട്ടൻ സിനിമയിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ആളുകളെല്ലാവരും എനിക്കറിയാം, എന്നാലും ഇതറിയാൻ ചിലപ്പോൾ ആളുകൾക്ക് ആഗ്രഹമുണ്ടാവും അല്ലേ? അത് ഞാൻ സിനിമാ മോഹം ഉപേക്ഷിച്ചിട്ട് മറ്റു ജോലിക്കായിട്ട് കൽക്കട്ടയിലും ബോംബെയിലൊക്കെ നടന്ന് കൽക്കട്ടയിലെത്തിയപ്പോൾ അവിടെ എനിക്ക് ഒരു ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം കഴിഞ്ഞ് ഞാൻ വേറെ എൻ്റെ പഴയ ജേർണലിസം അഡ്വർടൈസിങ്ങുമായിട്ട് ബ്ലിറ്റ്സിൻ്റെയൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം ഒരു ദിവസം അപ്പോൾ രാവിലെ തന്നെ ന്യൂസ് കിട്ടി. ഡൽഹിയിൽ? കൽക്കട്ടയിൽ ചെമ്മീനിലെ മധു വന്നിട്ടുണ്ട് ന്യൂസ്. അപ്പോൾ എനിക്ക് എവിടെയാണ് കാണുകയെന്നും അറിയില്ല. അങ്ങനെ നിമിത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ എല്ലാവരും മലയാളികൾ വലിയ വലിയ എക്സിക്യൂട്ടീവ്സ് എല്ലാം ഉണ്ടെന്ന സ്ഥലമുണ്ട്. അവിടെ ഉണ്ട് മധുസാർ കയറി വന്നു. അപ്പോൾ അവിടെ ഞാൻ അവിടുത്തെ ഈ നാടകത്തിലേക്ക് മലയാള സമാജങ്ങളുടെ നാടകത്തിലേക്ക് അഭിനയിക്കുന്നു. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാം കൂടെ എന്നെ സാറിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തി. ഞാൻ നന്നായിട്ട് അഭിനയിക്കും. സാറാണെങ്കിൽ അതങ്ങ് ഉൾക്കൊണ്ടു. ഉടനെ തന്നെ സാറ് വന്ന സാറിന് ഏറ്റവും വലിയ സുഹൃത്താണ് ഉത്പൽ ദത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സാർ ആദ്യം വന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് സ്വയം വരികയാണ്. കൽക്കട്ടയിൽ ഞാൻ കറങ്ങി. അപ്പോൾ സാർ ചോദിച്ചു, മാധവൻ എവിടെയാണ് താമസിക്കണമെന്ന് ചോദിച്ചു. നമ്മൾ ഇന്നടത്താണ്, ഒറ്റയ്ക്കാണ്. സാർ എൻ്റെ ഇവിടെ വന്ന് താമസം പെട്ടി അവിടെ വെച്ചിട്ട് താമസം. സാറ് വന്ന ഉദ്ദേശം അപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ പ്രിയ സിനിമയുടെ പേര് പറഞ്ഞില്ല, സംവിധാനം ചെയ്യുന്ന പടത്തിൻ്റെ ഒരു ഹീറോയിനെ. അപ്പോൾ ആ സൗമിത്ര ചാറ്റർജി കുറേ ഈ നടന്മാരെയും ഒക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ കാർ ഓടിക്കും, സാറിനെ കൊണ്ട് ഇങ്ങനെ പല സ്ഥലത്തും പോവുകയും അങ്ങനെ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നില്ല സാർ. ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അത് നിമിത്തമായിരുന്നു. അപ്പോൾ സാർ അത് ഞാൻ നിമിത്തമാക്കി. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് അപ്പോൾ അവരൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ സാർ അങ്ങനെയൊന്നും മിണ്ടിയില്ല അറിയാമെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അത് ഒരു ഭാഗ്യത്തിൻ്റെ ഇതാണ്. ഞാൻ ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഒരു ചെറിയ അഡ്വർടൈസിങ് ഷോപ്പ് എന്നേ പറയാൻ നോക്കുള്ളൂ, ഈ ഡിസൈൻസൊക്കെ വരയ്ക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോയി അഭിനയിച്ച് നമ്മുടെ ബിസിനസ്സും പോവും, അടഞ്ഞുള്ള താഴെപ്പുഴ എത്തിക്കുള്ളൂ. ഇല്ലല്ല, വന്നേ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി സാറിൻ്റെ കൂടെ തന്നെ അവിടെയും താമസിച്ചു. അങ്ങനെ തന്നെ ആദ്യത്തെ സിനിമയിൽ വന്നു. പിന്നെ എല്ലാം എന്നെ ഇതുവരെ കൊണ്ടുവന്ന സാറാണ്. കാരണം സാറിൻ്റെ എല്ലാ പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അസ്തമയം എന്ന് പറഞ്ഞ പടത്തിൽ ആ കഥയിൽ ആ പടം ഒരു 2 ലൈനായിട്ടുള്ള എൻ്റെ ക്യാരക്ടർ സാർ നിർബന്ധിച്ച് വലിയ ക്യാരക്ടറാക്കി മുതലാളി. ഒരു അനുഭവം